അങ്ങനെ വെള്ളറട തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് തിരി തെളിയുകയാണ്. മാർച്ച് 15 മുതൽ 22 വരെയാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം ഏപ്രിൽ 2ഉം 3ഉമാണ്. ഇന്ന് 15-ാം തീയതി ഒന്നാം ദിവസമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കിലോമീറ്ററുകൾ ഇപ്പുറത്ത് തന്നെ നമ്മുടെ തെക്കൻ കുരിശുമല നടക്കുന്ന പ്രോഗ്രാമുകൾ അറിയാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്ററുകളാണ് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. മലയാളികളും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒത്തിരി തീർത്ഥാടകർ നമ്മുടെ ഈ വെള്ളറട കുരിശുമല കയറാൻ വേണ്ടിയിട്ട് ഈ സമയങ്ങളിൽ എത്താറുണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലാണ് കേട്ടോ ഈ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ലാസ്റ്റ് കുരിശ് വച്ചിട്ടുള്ളത്. ഈ തീർത്ഥാടന കാലയളവിൽ വിവിധ ഡിപ്പോകളിൽ നിന്ന് ഇവിടത്തേക്ക് KSRTC സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ മല കയറാൻ പോവുകയാണെങ്കിൽ പോകുന്ന വഴികളിൽ എല്ലാം നമുക്ക് കുടിക്കാനുള്ള വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ സംഗമവേദിക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ തീർത്ഥാടന സമയത്ത് റെഡിയായി വരുന്ന കടകളുടെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇന്ന് തുടക്ക ദിവസം ആയതുകൊണ്ട് എല്ലാം റെഡി ആയിട്ടില്ല. പല കടകളും റെഡിയായി. ഈ പോകുന്ന വഴികളെല്ലാം ഫുള്ളായിട്ട് കടകളൊക്കെ വരും. പിന്നെ ഇനി പോകുന്ന ദിവസങ്ങളെല്ലാം തിരക്ക് കൂടിക്കൊണ്ട് വരും. ഇന്ന് ഒന്നാം ദിവസമാണെങ്കിൽ തന്നെ ഈ കാണുന്ന രീതിയിലുള്ള തിരക്ക് ഇന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എല്ലാ പ്രാവശ്യവും കുരിശുമല പോകുന്ന വീഡിയോസ് ഇടാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ മുകളിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലെ ഫുൾ ലെങ്ത്, അതായത് താഴെ നിന്ന് നമ്മുടെ സംഗമവേദിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതിനുമുള്ള കാഴ്ചകൾ നമ്മുടെ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ, അതായത് യാത്രകളെ സംബന്ധിക്കുന്ന വീഡിയോകൾ നമ്മൾ ആ ചാനലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഇപ്രാവശ്യം 2026 നമ്മൾ മുകളിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സംഗമവേദിക്ക് ചുറ്റുമായിട്ട് ഇതുപോലെ വളരെ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് സ്റ്റേജ് പരിപാടികൾ കാണാൻ പറ്റും കേട്ടോ. ഇന്നത്തെ ദിവസം പന്തളം പാലിൽ നയിക്കുന്ന ഗാനമേള ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും സ്റ്റേജിൽ ഓരോ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ആരാധനകളും എല്ലാം നമ്മുടെ ഈ സംഗമവേദിക്ക് ചുറ്റുമുള്ള സ്റ്റേജിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുകളിലും ആരാധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം നമ്മൾ ഫുള്ളായിട്ട് മുകളിലേക്ക് പോകുന്ന കാഴ്ചകൾ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയതിന് ശേഷം തിരിച്ചിറങ്ങി. അപ്പോൾ രാത്രിയായി, സമയം ഒരു 8-9 മണി കഴിഞ്ഞു കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതുപോലെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഫസ്റ്റ് ദിവസമാണെങ്കിൽ തന്നെയും നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ആദ്യ ദിവസം തന്നെ പോകാൻ പറ്റി, എല്ലാ പ്രാവശ്യവും പോകുന്നത് പോലെ തന്നെ. അപ്പോൾ സ്ഥിരമായോ അല്ലെങ്കിൽ പോകാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. കാണാത്ത ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.